3 മിനിറ്റ് കൊണ്ട് ദൈവമുണ്ടെന്ന് തെളിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീല് കണ്ടു. ആ റീലിനുള്ള ഒരു റിയാക്ഷനാണ് ഈ വീഡിയോ. ഒരു 3 മിനിറ്റിന്റെ ഉള്ളിൽ ദൈവമുണ്ട് ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഞാൻ പഠിച്ചത് ഖുർആനാണ്, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റൂ. നിങ്ങൾ ഏതാണോ പഠിച്ചത് ആ സ്ക്രിപ്ചർ റെഫർ ചെയ്യുക, ചിലപ്പോൾ അതിലും ഉണ്ടാകും. ഖുർആൻ ദൈവത്തിന്റെ വാക്കാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പ്രൂവ് ചെയ്തതിന് അതിനർത്ഥം ദൈവം ഉണ്ട് എന്നാണ്. ഇൻഫ്ലുവൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 വർഷം മുമ്പാണ് ഖുർആൻ റിവീൽ ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണം. 2015 യൂണിവേഴ്സിറ്റി ഓഫ് ബർമിൻഹാം ഒരു റേഡിയോ കാർബൺ അനലൈസ് വഴി പ്രിസർവ് ചെയ്ത ഖുർആൻ ചെക്ക് ചെയ്തപ്പോൾ അതിന് ഏകദേശം 1400 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. 1400 വർഷം മുമ്പുള്ള ഖുർആൻ എങ്ങനെയാണോ അതേ ഖുർആനാണ് ഇപ്പോഴും. അന്ന് 1400 കൊല്ലം മുമ്പുള്ള മാനുസ്ക്രിപ്റ്റ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഖുർആൻ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നൊരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, മാനുസ്ക്രിപ്റ്റ്സിന്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ ഖുർആനേക്കാൾ പഴയ ഗ്രന്ഥങ്ങളുടെ മാനുസ്ക്രിപ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അത് പ്രിസർവ്ഡ് ആണ് എന്നതിനോ അത് ഡിവൈൻ ആണെന്നുള്ളതിന്റെ തെളിവല്ല അത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന പഴക്കം എന്നുള്ളത് ആ ഒരു തൊലിയുടെ പഴക്കമാണ്, അതിലെ ഇങ്കിന്റെ പഴക്കം അല്ല. അത് നമുക്കതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഡേറ്റിംഗ് വെച്ചിട്ട് പറഞ്ഞല്ലോ, ഇത്രയും പഴക്കമുള്ള ഒരു ഖുർആൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഏറ്റവും പഴക്കമുള്ള മാനുസ്ക്രിപ്റ്റ്സ് ഒന്നും തന്നെ ഇന്നത്തെ ഖുർആനിലുള്ള എല്ലാ സൂറത്തുകളും ആയത്തുകളും കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ അല്ല. എന്നിരിക്കെ എങ്ങനെയാണ് അന്നുള്ള അതേ ഖുർആൻ ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ടെക്സ്റ്റൽ വേരിയേഷൻസും ഒരുപാടുണ്ട്. അതിൻ്റെ എഴുത്തിലുള്ള അക്ഷരങ്ങളും മറ്റൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു എഴുത്ത് എന്ന് വെച്ചാൽ എഴുത്തിൻ്റെ ഒരു ശൈലി എന്നുള്ളതല്ല, അക്ഷരങ്ങൾ, വാക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഖുർആനിൻ്റെ ഇന്ന് ലഭ്യമായ ഹഫ്സ്, വർഷ് ഖുർആനുകളുടെ ഒക്കെ എഴുത്ത് രീതികളുമായി വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ള വാദം അങ്ങനെ നോക്കുമ്പോൾ തെറ്റാണ്. മറ്റൊരു കാര്യം, ഖുർആനിനെ അതിൻ്റെ എല്ലാ അഹ്റുഫുകളിൽ നിന്നും എല്ലാതരം ഖിറാഅത്തുകളിൽ നിന്നും ഒക്കെ ഏകീകരിച്ച് ഖുറൈശി ശൈലിയിൽ ഒറ്റ ഖിറാഅത്തിലേക്കായിട്ട് ഉസ്മാൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ ക്രോഡീകരണം ഫലവത്താകാതെ വീണ്ടും 10ഉം 20ഉമായിട്ട് അത് വിഭജിക്കപ്പെട്ടതും പിന്നീട് ആ ഒരു വ്യത്യസ്ത രീതികളിൽ ഖുർആൻ നിലനിൽക്കുന്നതും നമുക്ക് ഇന്ന് ഈ ലോകത്ത് കാണാൻ കഴിയുന്ന കാര്യവുമാണ്. എന്നിരിക്കെ അന്നത്തെ അതേപോലെ ഇന്ന് നിലനിൽക്കുന്നു എന്നതിൽ കഴമ്പില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നുകൂടിയാണ് ഈ വ്യത്യസ്ത തരം ഖിറാഅത്തുകളിലുള്ള ഖുർആൻ അവൈലബിൾ ആണ് എന്നുള്ളത്. കാരണം ഒരു തവണ സ്റ്റാൻഡർഡൈസ് ചെയ്ത സംഗതി, അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അന്ന് അവൈലബിൾ ആയ മറ്റു ഖുർആനുകളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് ഇന്ന് കാണുന്ന ഖുർആനിൽ നിന്ന് 114 സൂറത്തുകളുള്ള ഖുർആനിൽ നിന്ന് വ്യത്യസ്തമായ ഖുർആൻ പ്രതികൾ ഉണ്ടായിരുന്ന കാലത്ത് അതൊക്കെയും കൂട്ടിയിട്ട് കത്തിച്ച് ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത ഉസ്മാനിക് കോപ്പി എല്ലായിടത്തും ഇനി ഇത് മതി എന്ന് പറഞ്ഞിട്ട് അത് ലോകമാകെ കൊടുത്തയച്ചിട്ട് അതിൽ നിന്ന് തന്നെ വേരിയേഷൻസ് ആണ് പിന്നീട് കാണുന്നത്. അതിലെന്താണ് ഉണ്ടായിരുന്നത്, എത്രത്തോളം കൃത്യമായിട്ടാണ് ഇന്നത്തെ ഖുർആനുമായിട്ടുള്ളത് എന്ന് നോക്കാനുള്ള ഒരു തെളിവും ഇല്ലതാനും. കാരണം അത്രയും പഴയ കാലത്തിലേക്ക് ഡേറ്റ് ചെയ്ത് കിട്ടുന്ന ഖുർആനിൽ ഇത് കംപ്ലീറ്റ്ലി ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതല്ലാത്ത വേരിയേഷൻസ് വേറെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ വാദത്തിൽ കഴമ്പില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി തന്നെയാണ്. അതുപോലെ ഖുർആൻ കംപ്ലീറ്റ്ലി പ്രിസർവ്ഡ് അല്ല, അതായത് ഇറങ്ങിയ മൊത്തം ആയത്തുകളും സൂറത്തുകളൊന്നും ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ നമ്മുടെ വിശുദ്ധ ഖുർആൻ ചരിത്രം സീരീസിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനിയും കുറേ കാര്യങ്ങൾ അതിൽ പറയാനുമുണ്ട്. അത് കാണാത്ത ആളുകൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്തിട്ട് 4 എപ്പിസോഡുകൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് കണ്ടുനോക്കാം. ഇനി ഇത് ഹഫ്സ് ഖുർആനാണ് എൻ്റെ കയ്യിലുള്ളത്. ഹഫ്സ് നാസിം എന്ന് പറയുന്ന ഖിറാഅത്ത്, അതാണ് ലോകത്ത് 95% ഉപയോഗിക്കപ്പെടുന്നത് ലോകത്ത്. എന്നാൽ ഈ ഒരു ഹഫ്സിന്റെ ഖിറാഅത്തിലുള്ള ഈ ഒരു ഖുർആൻ മാത്രമല്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ വർഷിന്റെ ഖുർആൻ, വർഷിനെ തൊട്ട് ഉള്ള റിവായത്തിലുള്ള ഖുർആനും ഇവിടെ അവൈലബിൾ ആണ്. ഇത് രണ്ടും തമ്മിൽ പുറംചട്ടൻ്റെ മാറ്റമല്ല ഉള്ളത്, അങ്ങനെ പലരും പറയാറുണ്ട്. നമ്മൾ ടെക്സ്റ്റുകൾ നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഈ ടെക്സ്റ്റുകളുടെ ചേഞ്ച് എന്ന് പറയുമ്പോൾ വാക്കുകളിലും ആശയങ്ങളിലും തന്നെ മാറ്റം വരുന്ന രീതിയിൽ ഒരുപാട് വാക്കുകൾ നമുക്കിതിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതേ രീതിയിൽ ഇന്നും അവൈലബിൾ ആണ്, ഒരു മാറ്റവും ഇല്ലാതെ എന്നുള്ള വാദത്തിന് കഴമ്പില്ല എന്നാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഇനി ഈ ഖിറാഅത്തുകളൊക്കെ അംഗീകൃതമാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അന്നുള്ള അതന്നെയാണ് ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയാറുണ്ട്. അവിടെ അവർ മറച്ചു വെക്കുന്ന ഒരു സംഗതി, ഈ പറയുന്ന ഉസ്മാൻ ഇത് ഒരൊറ്റ ശൈലിയിലേക്കാണ് ഏകീകരിച്ചത്. അതാണ് പിന്നീട് 10-20ആയി വീണ്ടും അവൈലബിൾ ആകുന്നത്. അതിൽ തന്നെ ഇത് പ്രിസർവ്ഡ് അല്ല എന്നതിനും മനുഷ്യൻ്റെതായ അബദ്ധങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാരണം ഈ പറയുന്ന ഖിറാഅത്തുകളിൽ ഹഫ്സ് എന്ന് പറയുന്ന ഖിറാഅത്ത് ആസിം എന്നയാളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഖിറാഅത്താണ്. ഈ ആസിമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഖിറാഅത്ത് നിന്ന് അവൈലബിൾ ആണ്. ഈ 2 ഖിറാഅത്തുകൾ തമ്മിൽ തന്നെ ചേഞ്ചുകളുണ്ട്. അതങ്ങനെ ഒരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഖിറാഅത്തിന് വീണ്ടും വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആസിമിനെ പഠിപ്പിച്ച ഗുരു പറഞ്ഞു ഇങ്ങനെ ഓദിക്കോ, എന്നിട്ട് ആസിമി പിന്നെ ഒരു ശിഷ്യനോട് പറഞ്ഞു ഇത് ഇങ്ങനെ ഓദിക്കോ, മറ്റവനോട് പറയാണ് ഇത് ഇങ്ങനെ ഓദിക്കോ എന്ന് പറയേ. അങ്ങനെയാണോ ഇതിൻ്റെ കടുപ്പുള്ളത്? പിന്നെ അതേപോലെ തന്നെ
വർഷ് അൻ നാഫിഅ എന്നാണ്. വർഷ് ഖിറാഅത്ത് നാഫിഅ എന്ന ആളെ തൊട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പാരായണം ചെയ്യുന്ന വർഷ ഖിറാഅത്ത് കൂടാതെ ഖാലൂൻ ഖിറാഅത്തും ഉണ്ട്. ഈ ഖാലൂൻ ഖിറാഅത്തും നാഫിഅനെ തൊട്ടുള്ളതാ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ്. ഇത് രണ്ടും തമ്മിൽ ചേഞ്ചുകൾ ഉണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രിസർവ്ഡ് ആണ്. അന്നുള്ള അതേ ഖുർആൻ ഇന്നും അതേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരുപാട് നാടുകളിൽ വർഷ ഖുർആൻ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഖിറാഅത്ത് അവൈലബിൾ ആകുന്നത്? എങ്ങനെ അതിലുള്ള ആ രീതിയിലുള്ള ഖുർആൻ എങ്ങനെയാണ് അവൈലബിൾ ആകുന്നത്? ഖാലൂൻ ഖുർആൻ വേറെ സ്ഥലത്ത് അവൈലബിൾ ആകുന്നത് എങ്ങനെയാണ്? ദൂരി എന്ന് പറയുന്ന ഖിറാഅത്തിലുള്ള ഖുർആൻ അവൈലബിൾ ആകുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഖിറാഅത്തിലുള്ള വേരിയേഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് പ്രിസർവ്ഡ് ആയിരുന്നുവെങ്കിൽ ഏകീകൃതമായ ഒരൊറ്റ രൂപത്തിലാണ് നമുക്ക് ഖുർആൻ അന്നും ഇന്നും കിട്ടേണ്ടത്. എന്നാൽ അങ്ങനെയല്ല. അന്നത്തേതായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു മാനുസ്ക്രിപ്റ്റിനായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്തും ഒരുപാട് ചേഞ്ചുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു വാക്ക് പോലും മാറ്റമില്ലാതെ, അക്ഷരങ്ങൾ മാറ്റില്ലാതെ, വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ ഇത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാദം തെറ്റല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കളവല്ല. പിന്നെ ഈ പറയുന്ന ഖിറാഅത്തുകളൊക്കെ അംഗീകൃതമാണ് എന്നങ്ങ് പറയാ ചെയ്യുക. അവിടെയുള്ള ചോദ്യം ഇതാണ്, എല്ലാ ഖിറാഅത്തുകളെയും ഏകീകരിച്ചുകൊണ്ടാണ് ഉസ്മാൻ ഖുറൈശി ശൈലിയിൽ ഒരൊറ്റ ഖുർആൻ ഇറക്കുന്നത്. അത് 7 ഖിറാഅത്തുകൾക്കും അല്ലെങ്കിൽ മറ്റെല്ലാ ഖിറാഅത്തുകളെയും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയത് എന്നാണ് പറയുന്നത്. അതിനുള്ള തെളിവ് എന്താണ്? 7 ഖിറാഅത്തുകളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഴുത്താണെങ്കിൽ അത് പ്രത്യേകം തന്നെ ഇന്ന് എടുത്ത് കാണിക്കണം എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അമ്പടയാളൊക്കെ എഴുതിട്ട് ചിലയിടത്ത് ഇന്ന വാക്കുകൾ കൂട്ടാം, അതുപോലെ ഈ അക്ഷരങ്ങൾ ഇവിടെ കൂട്ടാം, ഇവിടെ കുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂചനകളൊക്കെ ഈ ഖുർആനിൽ എഴുതി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അക്ഷരങ്ങളിൽ മാറ്റമുള്ള ആയത്തുകളുണ്ട്. ഈ പറയുന്ന ഖിറാഅത്തുകൾ എടുത്ത് നോക്കുമ്പോൾ വാക്കുകളിൽ മാറ്റമുള്ള ഖിറാഅത്തുകളുണ്ട്, ആശയത്തിൽ മാറ്റം വരുന്ന ഖിറാഅത്തുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരൊറ്റ ഉസ്മാൻ ക്രോഡീകരിച്ച ഏകീകൃതമാക്കിയ, അത് എങ്ങനെ ഏകീകൃതമാക്കിയത് നമ്മുടെ വിശുദ്ധ ഖുർആൻ ചരിത്രത്തിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖാൻ ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖിറാഅത്തുകൾ, വ്യത്യസ്ത തരം ഖിറാഅത്തുകൾ ഇങ്ങനെ പലതരത്തിൽ പലതരം ഖിറാഅത്തുകൾ കേട്ടിട്ട് ഇതെല്ലാം കൂടെ ഏകീകരിക്കണം എന്ന് ഖുർആൻ പലതരത്തിലുള്ള ഒത്തുകൾ കേട്ട് ആ ആശയപരമായ ആളുകൾ ഭിന്നിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാന്റെ അടുത്ത് വന്നൊരു സ്വഹാബിയാണ് ഏകീകൃതമായ ഒരു ഖുർആന് വേണം എന്ന് പറയുന്നതിന് കാരണക്കാരനാവുന്നത്. അപ്പോൾ ഒരൊറ്റ ശൈലിയിലേക്ക് എന്നിട്ട് ഉസ്മാൻ ക്രോഡീകരിച്ച ഈ ഒരു ഖുർആൻ, അന്നത്തെ ഖുർആൻ, ആ ഒരു സംഗതി പിന്നെ അന്ന് തന്നെ ഈ പറഞ്ഞ 7 ശൈലിയിലേക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ വസ്തുത എന്താണ്? പിന്നെ ഇനി 7 ശൈലിയിലേക്ക് തന്നെ ഇത് ഓതാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവർ ഉത്തരം തരേണ്ട മറ്റൊരു കാര്യം, 20 ഖിറാഅത്തുകൾ ഇന്ന് അവൈലബിൾ അല്ല, 20ലും മാറ്റങ്ങളില്ലേ? അതിനെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഈ 20നും പറ്റിയ രീതിയിലാണ് അന്നേ ചെയ്തു വെച്ചത് എന്നാണ്. ഈ ഖിറാഅത്തുകളൊക്കെ മുഹമ്മദ് നബി എത്ര ഖിറാഅത്ത് അനുവദിച്ചു എന്ന് തന്നെ കണക്കില്ല. ഈ പറയുന്ന അനുവദിച്ച ഖിറാഅത്തുകളൊക്കെയും പാരായണം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉസ്മാൻ എന്ന് എഴുതി വെച്ചാൽ, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതെങ്ങനെയാണ് ആ എഴുത്തുന്നത് നിങ്ങൾ കാണിച്ചു തരും. അത് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതാണ് ഈ പറയുന്ന പ്രിസർവ്ഡ് ആയ ഖുർആൻ എന്നുള്ള വാദം ബ്ലണ്ടറാണ് എന്നതിനുള്ള എൻ്റെ തെളിവുകൾ, എൻ്റെ വാദങ്ങൾ. കഴിയുമെങ്കിൽ തെളിവുകൾ സഹിതം, ബഡാഹികളല്ല, തെളിവുകൾ സഹിതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് സമർത്ഥിക്കാവുന്നതാണ്, പറയാവുന്നതാണ്. അപ്പോൾ ദൈവം തെളിയിക്കാൻ വേണ്ടി പറഞ്ഞ ആദ്യത്തെ വാദം തെറ്റാണെന്ന് പറഞ്ഞു. 1400 കൊല്ലം മുമ്പുള്ള ഖുർആൻ എങ്ങനെയാണോ അതേ ഖുർആൻ തന്നെ ഇന്നും അവൈലബിൾ എന്ന് പറയാൻ മാത്രം കൃത്യമായ ഒരു തെളിവില്ല. പിന്നെ ഉള്ള ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 400 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അന്ന് ബയോളജി എന്താ, ആസ്ട്രോണമി എന്താ, ജോഗ്രഫി എന്താ, അല്ലെങ്കിൽ കടലിനെ പറ്റി, എലമെന്റ്സിനെ പറ്റി, ഓർബിറ്റിനെ പറ്റി, യൂണിവേഴ്സിനെ പറ്റി, ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ടെക്നോളജി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ടെക്നോളജി ഇല്ലാത്ത കാലത്തും ഇപ്പം മോഡേൺ സയൻസ് കണ്ടുപിടിച്ച കാര്യങ്ങൾ ഖുർആനിൽ മെൻഷൻ ചെയ്തു ഞാൻ പ്രൂവ് ചെയ്ത് അതിനർത്ഥം ദൈവം ഉണ്ട് എന്നാണ്. കുറെ കാലം സയൻസ് ബിലീവ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അനങ്ങണില്ല, അല്ലെങ്കിൽ സൂര്യന് മൂവ്മെന്റ് ഇല്ല, അത് സ്റ്റേഷനറി ആണെന്നാണ്. പിന്നെ സയൻസ് 20th സെഞ്ചുറിയിലാണ് സൂര്യൻ മൂവ് ചെയ്യേണ്ടത് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അത് സ്റ്റേഷനറി അല്ലാന്ന് കണ്ടെത്തിയത്. പക്ഷേ 1400 വർഷം മുമ്പ് ഖുർആനിൽ പഠിച്ചം പറയുന്നുണ്ട്, ഖുർആൻ 21:33 സൺ ആൻഡ് മൂൺ ഈച്ച് ട്രാവലിംഗ് ഇൻ ആൻ ഓർബിറ്റ്. 1400 വർഷം മുമ്പ് ഒരു മനുഷ്യനെ എങ്ങനെ മൂന്നും സണ്ണും ഒരു ഓർബിറ്റിൽ ട്രാവൽ ചെയ്യേണ്ടത് കണ്ടെത്താൻ പറ്റുക. ഇനി അടുത്തതായിട്ട് പറഞ്ഞത് സൂര്യനും ചന്ദ്രനും ഒക്കെ അതിൻ്റെതായ ഭ്രമണ പഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നത് ഖുർആൻ പറഞ്ഞു എന്ന് പറയുന്ന ഖുർആൻ സയൻസ് വാദികളുടെ സ്ഥിരം വാദം തന്നെ. ഈ ഒരു വിശ്വാസി പറഞ്ഞത് മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. അതായത് സൂര്യൻ നിശ്ചലമാണെന്നാണ് അന്നുള്ള ആളുകളെ കരുതിയിരുന്നത്. എന്നാൽ ഈ പറയുന്ന സൂര്യൻ ചലിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത് പിന്നീടാണ്, ആധുനിക ശാസ്ത്രമാണ്. ഈ പറയുന്ന ആധുനിക ശാസ്ത്രം ഉണ്ടായിട്ട് 500 കൊല്ലമായിട്ടുള്ളൂ ഈ പറയുന്ന സയൻസ് ഡെവലപ്പായി വന്നിട്ട് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് പറയപ്പെട്ട വാദം ഈ പറയുന്ന സൂര്യൻ നിശ്ചലമായിരുന്നു എന്നുള്ളതാണെന്നും, എന്നാൽ ആദ്യമായിട്ട് സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഖുർആനാണ് എന്നും ഇതാണ് ആൾ പറയുന്നത്. പിന്നീട് 20ാം നൂറ്റാണ്ടോളം ആയപ്പോഴാണ് സൂര്യൻ നിശ്ചലമല്ല എന്നതിലേക്ക് ആളുകൾ എത്തുന്നതെന്നൊക്കെ പറയുന്നത്. എന്നാൽ അതാണോ വാസ്തവം? മുഹമ്മദ് നബിക്ക് മുമ്പ് ഇവിടെ ജിയോസെൻട്രിസം ഉണ്ട്. BC 300ന്റെ അടുത്താണ് ടോളമി ജീവിച്ചിരുന്നത്. ആള് പറഞ്ഞിരുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഭൂമിക്ക് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അയാൾ ജിയോസെൻട്രിസം എന്ന വാദത്തിന്റെ ആളായിരുന്നു. അതുപോലെ തന്നെ ഫ്ലാറ്റ് എർത്ത് തിയറിക്കാരുണ്ട്.
അത് BC 500-കളിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഈ പറയുന്ന മുഹമ്മദ് നബിക്ക് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ ഈ ഫ്ലാറ്റ് എർത്ത് തിയറിക്കാരൊക്കെ കാണുന്നതും കണ്ടതും വിശ്വസിച്ചതും ഒക്കെ ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലൂടെ. ഫ്ലാറ്റ് എർത്ത് തിയറിക്കാരെ സംബന്ധിച്ച് ഭൂമിക്ക് ചുറ്റും എന്നുള്ളതല്ല, ഭൂമിക്ക് മുകളിലൂടെ ഇങ്ങനെ സൂര്യനും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ അതിൻ്റെതായ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നതാണ്, ഒരു വൃത്താകാരത്തിൽ ഇങ്ങനെ പോകുന്നതാണ് അവർ കാണുന്നത്. ഉദിക്കുന്നു അസ്തമിക്കുന്നു ആ രീതിയിലുള്ള അതിൻ്റെതായ പാതയിലൂടെയുള്ള ഒരു യാത്ര. ആ ഫ്ലാറ്റ് എർത്ത് തിയറിക്കാരും ജിയോസെൻട്രിസം ഉള്ള ആളുകളും അതുപോലെ ഇനി ജിയോസെൻട്രിക്കോ അല്ലെങ്കിൽ ഫ്ലാറ്റ് എർത്തുകാരോ അല്ലാത്ത സാധാരണക്കാരന്റെ കണ്ണിലൂടെ കാണുന്നതായ ആ ഒരു വൃത്താകാരത്തിൽ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്ന ആ ഒരു സൂര്യനും ചന്ദ്രനും അതിങ്ങനെ അസ്തമിച്ചു പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വീക്ഷണം ഇത്രയൊക്കെ തന്നെ ഖുർആനിലെ ആയത്തിലുള്ളൂ. അതല്ലാതെ മറ്റൊന്നും ആയത്തിലില്ല. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ ആ വചനം തന്നെ നോക്കിയാൽ മതി. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഖുർആനിന് മുമ്പേ സൂര്യൻ ചലിക്കുന്നത് വിശ്വസിച്ചിരുന്ന, കണ്ടിരുന്ന, അങ്ങനെ മനസ്സിലാക്കിയിരുന്ന ആളുകളുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കിയിരുന്ന ആളുകളുണ്ട്. സൂര്യൻ ചലിക്കുന്നത്, ചന്ദ്രൻ ചലിക്കുന്നത്, ഇതൊക്കെ അവരെ പലരെ സംബന്ധിച്ചും ഭൂമി ആയിരുന്നു നിശ്ചലം. ജിയോസെൻട്രിസം നോക്കിയാൽ മതി, ഫ്ലാറ്റ് എർത്ത് തിയറി ഒക്കെ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ പറയുന്ന വാദത്തിനെ കുറിച്ച് നമ്മൾ ആ ആയത്തിലൊന്ന് പരിശോധിക്കാം. ആയത്ത്, അതായത് ഖുർആന്റെ വചനം, അതിലൊന്ന് പരിശോധിക്കാം. അതിൽ പറയുന്നത് വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. അതിലെന്താ പറയുന്നത്? വഹുവല്ലദീ ഖലഖൽ ലൈല, അല്ലാഹുവാണ് ഈ ഒരു രാത്രി സൃഷ്ടിച്ചത്, പകലിനെ സൃഷ്ടിച്ചത്, സൂര്യനെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത്. കുല്ലുൻ, എല്ലാം. സൂര്യൻ ചന്ദ്രൻ മാത്രമല്ല. ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഖുർആനെ സയൻസിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ആളുകൾ സ്ഥിരം ചെയ്യുന്ന ഉഡായിപ്പാണ് സൂര്യനും ചന്ദ്രനും മാത്രം പറയും. പക്ഷെ ഈ ആയത്തിൽ പറയുന്നത് എല്ലാം, സൂര്യനും ചന്ദ്രനും പകലും രാത്രി ഒക്കെ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, അതിൻ്റെതായ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ പാത എന്ന് പറയുമ്പോൾ അത് ഈ വൃത്താകാരത്തിലുള്ള ആ ഒരു പാതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനായി നിങ്ങളൊന്ന് നോക്കിയാൽ, ആകാശത്തേക്ക് നോക്കിയാൽ നിങ്ങൾ എന്താണ് കാണുന്നത്? അതുപോലെ ഈ പറയുന്ന ജിയോസെൻട്രിക് വാദക്കാർ, ഫ്ലാറ്റ് എർത്ത് വാദക്കാരൊക്കെ നോക്കുമ്പോൾ അവരെന്താ പറയുന്നത്? ഇതിങ്ങനെ ഒരു വൃത്താകാരത്തിൽ ഇതിങ്ങനെ മൂവ് ചെയ്യാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ഉദിക്കുന്നു അസ്തമിക്കുന്നു അല്ലേ? ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മുടെ ഫലക്ക് എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അതിൻ്റെതായ ഭ്രമണ പദങ്ങൾ എന്നല്ല, ആ രീതിയിലല്ല ഇതിന്റെ സൂചന. അത് ചുമ്മാ അങ്ങനെ പറയല്ല. നിങ്ങൾ ആ വചനം ഒന്നും കൂടി നോക്കാം. കുല്ലുൻ, എല്ലാം, രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ, ഇതെല്ലാം. അപ്പോൾ ഒന്നാമത് ബാക്കി പറയുന്ന മുമ്പ് പറയാനുള്ളത്, അപ്പോൾ ഈ പകലിൻ്റെയും രാത്രിൻ്റെ ഒക്കെ ഭ്രമണപാതം ഏതാണ്? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭ്രമണപാതത്തിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിലും അതിൻ്റെ കൂടെ തന്നെ രാത്രിയും പകലും ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഭ്രമണപാതം ഏതാ? അതൊന്ന്. പിന്നെ അതുപോലെ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, ഇവിടെ കുല്ലുൻ അത് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്, യസ്ബഹൂൻ അവയെല്ലാം അതിൻ്റെതായ പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളിടത്തും ആ ഒരു ബഹുവചനത്തിലേക്ക് സൂചന ഉണ്ട്. ഈ പറയുന്ന 4 എണ്ണത്തിന് അവിടെ ആ ഒരു യസ്ബഹൂൻ എന്നുള്ളത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഫലക്ക് എന്ന പദത്തിന് യാതൊരു മാറ്റമില്ല. ഫലക്ക് പാത എന്നേ പറഞ്ഞുള്ളൂ, പാതകൾ അല്ലെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ എന്ന രീതിയിൽ അഫ്ലാക്ക് എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചിട്ടില്ല. പിന്നെ ഫലക്കാനി ഒന്നും യൂസ് ചെയ്തില്ല. പാതകൾ അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപാതകൾ എന്നോ അല്ലെങ്കിൽ 2 എണ്ണത്തിന് സഞ്ചാരപാതകൾ എന്നോ ആ രീതിയിലുള്ള ഒരു പ്രയോഗം ഇവിടെ അല്ല. സഞ്ചാരപാതയിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ രാത്രിയും പകലും സൂര്യനും ചന്ദ്രനൊക്കെ മൂവ് ചെയ്യുന്ന ആ ഒരു ആ ഒരു ഇത് അവർ കാണുന്ന എങ്ങനെ ഒരേ ഭാഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു സംഗതി, ആ കാഴ്ചയെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ ഇതിനൊക്കെ കൃത്യമായ ഭ്രമണപാതം ഉണ്ട് എന്നായി പറഞ്ഞതെങ്കിൽ ഒന്ന് ഫലക്ക് എന്ന പദത്തിനെ ബഹുവചനമായി മനസ്സിലാക്കിയ ആരെങ്കിലും നിങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്നു. അതിന് ആ രീതിയിൽ മനസ്സിലാക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഈ ആയത്തിലെങ്കിലും നിങ്ങൾ കാണേണ്ടിയിരുന്നു. ഇത് അങ്ങനെ ഇല്ല. ഫലക്ക് പാത അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സഞ്ചാരപാത അല്ലെ, ആ വൃത്താകാരത്തിലുള്ള സഞ്ചാരപാത, അത് വൃത്താകാരത്തിലുള്ള സഞ്ചാരപാത ഓർബിറ്റ് ആക്കുമ്പോൾ, അതായത് ഭ്രമണപാതമാക്കുമ്പോൾ രാത്രിക്കും പകലിനും ഒക്കെ എവിടെ ഈ ഭ്രമണപാതം ഉള്ളത് എന്നുള്ളതിനെ കൂടി ഭ്രമണപാതം എന്നർത്ഥം വെക്കുന്നവർ പറഞ്ഞു തരേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി, അവയുടേതായ സെപ്പറേറ്റ് പാത, അവരുടേതായ ഒരു സെപ്പറേറ്റ് പാത എന്നുള്ള ഒരു തരത്തിലുള്ള മനസ്സിലാക്കലും ഇവിടെ ഇല്ല എന്നുള്ളതും കൂടിയാണ്. ഫീ ഫലക്കിഹിം എന്നോ ആ ഒരു രീതിയിലൊന്നും പറയുന്നില്ല. പിന്നെ ഫീ ഫലക്കിൻ, അവിടെ പാത എന്നുള്ളൊരു സംഗതി മാത്രമേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയാണ്. അല്ലാതെ ഇവിടെ ഒരു ബഹുവചനങ്ങളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇവിടെ അല്ല. പിന്നെ ഭ്രമണപാതമാക്കി വ്യാഖ്യാനിക്കുമ്പോഴുള്ള കോൺട്രാഡിക്ഷൻ, വൈരുദ്ധ്യം എന്നുള്ളത് പകലിനും രാത്രിക്കും ഭ്രമണപാതം നിങ്ങൾ കാണിച്ചു തരേണ്ടി വരും. അതിനുള്ള ഭ്രമണപാതം എവിടെയെന്നുള്ളത്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒന്നും കൂടെ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരാൻ. അപ്പോൾ ഈ 3 മിനിറ്റ് കൊണ്ട് തെളിയിക്കാൻ വന്നവൻ പറഞ്ഞ ആദ്യത്തെ 2 വാദങ്ങളും പൊട്ടത്തരങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ സംഗതിയിൽ ആൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അന്നുള്ള ഒരാൾക്ക് ഇത് പറയാൻ കഴിയുക, ചന്ദ്രനും സൂര്യനൊക്കെ മൂവ് ചെയ്യുന്നുള്ള സംഗതി എങ്ങനെ പറയാൻ കഴിയാന്നാ? അത് പറയാൻ കഴിയും എന്നുള്ളതും അത് മുമ്പേ പറഞ്ഞവരുണ്ട് എന്നുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1912 ആൽഫേർഡ് പറഞ്ഞ ആള് മൗണ്ടൈൻസ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മലകൾ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി. 2788 സീ ദ മൗണ്ടൈൻസ് തിങ്കിങ് ദേ ആർ ഫേംലി ഫിക്സ്ഡ് ബട്ട് ദേ ആർ ട്രാവലിംഗ് ജസ്റ്റ് ലൈക്ക് ക്ലൗഡ്. മേഘങ്ങളുടെ പോലെ മലകൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന്.
മതറൽ ജിബാൽ തഹ്സബുഹ ജാമിദ എന്ന് പറയുന്ന ആയത്തിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത് 27:88. ഇതിൽ പർവ്വതങ്ങളുടെ ചലനത്തിനെ കുറിച്ച് പറയുന്നത് ഇന്ന് പർവ്വതങ്ങളുടെ ചലനത്തെ കുറിച്ച് കണ്ടെത്തിയ മോഡേൺ സയൻസ് കണ്ടെത്തിയ കാര്യം തന്നെയാണ് അന്നേ പറഞ്ഞത് എന്നാ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, അതൊരു കളവാ. കാരണം ഈ പറയുന്ന സൂറത്തിൽ ഇവിടെ ലോകാവസാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് നിങ്ങൾ ഈ പറയുന്ന വചനത്തിന്റെ തൊട്ട് മുമ്പിൽ തൊട്ട് ശേഷമുള്ള വചനങ്ങളും കൂടി ചേർത്ത് വായിച്ചാൽ മതി. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസത്തെ ഓർക്കുക, അപ്പോൾ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഭയവിഹ്വലരായി പോകും, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എല്ലാവരും എളിയവരായിക്കൊണ്ട് അവൻ്റെ അടുത്ത് ചെല്ലുകയും ചെയ്യും. എന്നിട്ട് പറയുന്നത്, പർവ്വതങ്ങളെ നീ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണെന്ന് നീ ധരിച്ചു പോകും, എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നത് പോലെ ചലിക്കുന്നതാണ്. എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ പ്രവർത്തനം അത്ര അത്. തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇനി അതിന്റെ അടുത്ത ആയത്ത്, അതായത് ഇത് വേറെ വേറെ ആയത്തുകളാണ് അല്ലെങ്കിൽ ഈ രണ്ടിൽ രണ്ട് കൺസെപ്റ്റ് ആണെന്നൊക്കെ പറയാൻ നിൽക്കുന്നതിന് മുമ്പ് അതിന് ശേഷമുള്ള വചനം കൂടി ഒന്ന് വായിക്കുക. ആര് നന്മയും കൊണ്ടുവന്നോ അവൻ അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും, അന്ന് ഭയവിഹ്വലതയിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വചനങ്ങൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോകാവസാന കാലത്ത് പർവ്വതങ്ങൾ ചലിക്കുന്നതിനെ കുറിച്ച്, മേഘങ്ങൾ പോലെ പറക്കുന്നതിനെ കുറിച്ച്, ആ രീതിയിൽ അവർ ചലിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ പറയുന്നത്, പർവ്വതങ്ങൾ ചലിക്കുന്നതിനെ കുറിച്ച്. അതല്ലാതെ ഇന്ന് പർവ്വതങ്ങളുടെ ചലനം ആയിട്ട് പറഞ്ഞ ആ ഒരു സംഗതിയെ അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കാനും ഇതൊക്കെ ഒന്നും അവിടെ അല്ല. എന്നിട്ടാണ് ശുദ്ധമായ കളവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ കളവ് പറയാതെ പറ്റില്ല എന്നാണ് ഈ വിശ്വാസി പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 11ാം സെഞ്ചുറിയിലാണ് സയൻസ് കണ്ടെത്തിയത്. അതായത് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതല്ല, മറിച്ച് സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ഉൽക്ക വഴി ഭൂമിയിലോട്ട് വന്നതാണ്. ഖുർആനിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സെൻഡ് ഓൺ അയൺ വിത്ത് ഇറ്റ്സ് ഗ്രേറ്റ് മൈറ്റ് ബെനിഫിറ്റ്സ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട കാര്യമാണ് അയൺ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ആകാശത്ത് നിന്ന് ഇരുമ്പിനെ ഇറക്കി എന്നുള്ളതാണ്. അപ്പോൾ ആധുനിക ശാസ്ത്ര കണ്ടെത്തലുകൾ പ്രകാരം ഭൂമിന്റെ ആ ഒരു ഫോർമേഷന്റെ സമയത്ത് നെബുലകളൊക്കെ സംഭാവന ചെയ്തതായ, നെബുലകളിൽ നിന്നും മറ്റു ഫോർമേഷൻ നിന്നൊക്കെ ഉള്ള ആ രൂപം കൊള്ളലിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ആ ഇരുമ്പിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വ്യാഖ്യാനങ്ങളാണിത്. എന്നാൽ സത്യത്തിൽ ഖുർആൻ പറഞ്ഞത് എന്താവാനാണ് സാധ്യത എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ആകാശത്ത് നിന്നുള്ള ഇരുമ്പ്, അയൺ ഫ്രം ഹെവൻ അല്ലെങ്കിൽ അയൺ ഫ്രം സ്കൈ എന്ന് പറയുന്ന ആകാശത്ത് നിന്നുള്ള ഇരുമ്പ്, സ്വർഗത്തിൽ നിന്നുള്ള ഇരുമ്പ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് BC 500 മുമ്പേ ഈജിപ്തുകാരുടെ ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കൺസെപ്റ്റ് അതുപോലെ സുമേറിയൻ കൺസെപ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ആലോചിക്കാവുന്നതാണ്, ആലോചിച്ച് മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അന്നത്തെ പഴയ മനുഷ്യർക്ക് ഉൽക്കാവർഷങ്ങളൊക്കെ അവർ കാണുന്നതാണ്. അതിൻ്റെ ഹിറ്റ് ചെയ്ത ഉൽക്കകൾ ഹിറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇത്തരം സംഗതികൾ കൂടുതലായിട്ട് ഇരുമ്പിൻ്റെ മറ്റു അംശമുള്ള സംഗതികൾ കിട്ടിയത് ആകാശത്ത് നിന്ന് ആണ് ഇരുമ്പ് വരുന്നത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് അവരെത്താൻ കാരണമായിരിക്കും. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് മുമ്പേ പറയപ്പെട്ടൊരു കൺസെപ്റ്റാണ്. രണ്ടാമത്തെ കാര്യം, ഈ വചനത്തിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആകാശത്ത് നിന്നുള്ള ഇരുമ്പ്, ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത ഇരുമ്പ് എന്നൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. നാം അതായത് അള്ളാഹു പ്രവാചകന്മാരോട് കൂടെ കിതാബിനെ ഇറക്കി കൊടുത്തു ആകാശത്ത് നിന്ന്. അപ്പോൾ അൻസലിനക്ക് ആകാശത്ത് നിന്ന് കിതാബിനെ ഇറക്കി കൊടുത്തു എന്നുള്ളൊരു അർത്ഥം വരുമ്പോൾ കിതാബിനെ ഇങ്ങനെ ഒന്നായിട്ട് ഇറക്കുകയാണോ ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ അപ്പോൾ നമുക്കറിയാം അതങ്ങനെ ഒരു ബുക്കിൻ്റെ രൂപത്തിൽ ഇറക്കിയതല്ല എന്നുള്ളത്. വൽ മീസാന, തുലാസിനെ അപ്പോൾ ഇറക്കി കൊടുത്തോ? വൽ മീസാൻ എന്ന തുലാസാണ്. അപ്പോൾ തുലാസിനെ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തോ എന്നൊരു ചോദ്യമല്ലേ. എന്നാൽ അത് നമ്മൾ തഫ്സീറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, അവിടെ നീതി നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു കാര്യങ്ങളെ ബാലൻസ് ആക്കുക എന്നുള്ളൊരു സംഭവം അള്ളാഹു ചെയ്തു എന്നുള്ളൊരു സംഗതിയാണ് അവിടെ പറയുന്നത്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ മീസാൻ എന്നുള്ളത് ആ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി, ആ ഒരു തുലാസിനെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. കിതാബ് എന്ന് പറയുന്ന ഒരു ബുക്കല്ല അവിടെ ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലാക്കും. പിന്നെ അവിടെ തന്നെ ചേർന്ന് വരികയാണ് അൻസൽനൽ ഹദീദ, നാം ഇരുമ്പിനെ ഇറക്കി, ഫീഹി ബാസുൻ ഷദീദ്, അതിലെന്തുണ്ട്, അതിൽ ശക്തിയുണ്ട്, പിന്നെ അതുപോലെ മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഉപകാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതിന് അധികാരത്തിൻ്റെ സൂചനയായിട്ട്, വാളിൻ്റെ സൂചനയായിട്ട് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ തഫ്സീറുകൾ നോക്കുന്ന സമയത്ത് പല തഫ്സീറുകളിൽ പല രീതിയിലാണ് പറയുന്നത്. അതിലൊന്നും തന്നെ ഈ പറയുന്ന ആ ഒരു ഭൂമിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് ഭൂമിയിലെത്തിപ്പെട്ട ഇരുമ്പും ആ രീതിയിലുള്ള ഒരു ഇരുമ്പിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചൊന്നും അവിടെ എവിടെയും പറയുന്നില്ല. അതായത് അന്ന് മുതലേ കൈമാറപ്പെട്ട ഒരു അറിവിലും അങ്ങനെ സംഗതിയില്ല. അവിടെ പറയുന്നത് നമ്മൾ തഫ്സീറുകളിലേക്ക് നോക്കുമ്പോൾ അധികാരത്തിലേക്കുള്ള സൂചനയായിട്ട് ഹദീദിനെ കണ്ടവരുണ്ട്. അതല്ലാതെ മഅദിൻ എന്ന് പറഞ്ഞ പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. അതായത് മഅദിനുകളിൽ നിന്ന്, ഖനികളിൽ നിന്ന് ഉള്ള ഇരുമ്പിൻ്റെ ഖനനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്തരം ഇരുമ്പിനെ കുറിച്ച്, ആ രീതിയിലുള്ള ഇരുമ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അത് അൻസൽന, നാം നൽകി എന്ന രീതിയിലാണ് അവിടെയൊക്കെ തഫ്സീറുകളിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ, അന്നത്തെ പഴയ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ ഈ ഇന്നത്തെ മോഡേൺ സയൻസ് കണ്ടെത്തിയ ഒരു കൺസെപ്റ്റിനെ അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് ഖുർആനിൻ്റെ കാലം മുതൽ കൈമാറപ്പെട്ട അറിവുകളൊന്നും ഉള്ളത് അത്തരം ഒരു സംഗതി അല്ല.
പിന്നെ വാൻസൽന എന്നുള്ളതിനെ ആകാശത്തിൽ നിന്ന് കൊടുത്തത് എന്നുള്ളൊരർത്ഥം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും സംശയമാണ്. അതിൻ്റെ കാരണം നമ്മൾ ചില വചനങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നാം പശുവിനെ നൽകി വസ്ത്രങ്ങൾ നൽകി എന്നിടത്തൊക്കെ നമുക്ക് വാൻസൽന എന്നുള്ളൊരു സംഗതി കാണാൻ പറ്റും. സൂറത്ത് സുമർ അതിൽ പറയുന്നുണ്ട് 39:6 വഅൻസല ലകും മിനൽ അൻആമി സമാനിയത അസ്വാജ്, നാം നിങ്ങൾക്ക് കാലികളിൽ നിന്നും 8 ഇണകളെ നൽകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഞാൻ ജോഡികളായിട്ട് ഉള്ള 8 എണ്ണത്തിന് നൽകി എന്ന് പറയുമ്പോൾ അത് ആകാശത്തിൽ നിന്ന് ഇറക്കിയതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതുപോലെ തന്നെ ആകാശത്തിൽ നിന്നാണോ മനുഷ്യർക്ക് വസ്ത്രങ്ങളൊക്കെ കിട്ടുന്നത്? കാരണം യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും, ആദമിന്റെ മക്കളെ അതായത് മനുഷ്യരെ നാം നിങ്ങൾക്ക് വസ്ത്രത്തിന് നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസ്ത്രത്തിന് നൽകി എന്ന് പറയുമ്പോൾ ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ആകാശത്തിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു എന്നാണോ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം അവിടെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. ആകാശത്തിൽ നിന്ന് കൊടുക്കുകയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇതിനെങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. ഈ വാൻസലിനെ ആ രീതിയിൽ അർത്ഥം വെക്കുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ അൻസൽന അതായത് നാം ആകാശത്തിൽ നിന്ന് ഇരുമ്പിനെ ഇറക്കി എന്ന അർത്ഥത്തിൽ പറയുന്ന അൻസൽന ഹദീദ, നാം ഇരുമ്പിനെ നൽകിയെന്നോ അല്ലെങ്കിൽ ഇരുമ്പിനെ ആ മനുഷ്യർക്ക് നൽകി എന്നൊരു അർത്ഥത്തിലല്ലാതെ ഈ പറയുന്ന ഒരു സെൻഡ് ഡൗൺ, ആകാശത്തിൽ നിന്ന് ഇറക്കി എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് സംശയമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങനെ തന്നെ പറഞ്ഞാൽ പോലും ആ ഒരു കൺസെപ്റ്റ് മുമ്പേ ഉള്ളതാണ്, പുതിയതായൊരു കൺസെപ്റ്റ് അല്ല. ഇന്ന് പറയുന്ന മോഡേൺ സയൻസ് പറഞ്ഞ കാര്യത്തിലേക്ക് ഇത് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു അറിവും നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് കൈമാറപ്പെട്ടതിൽ ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് നോക്കാം. 1929 യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തിയത്. ഖുർആൻ 57:47 വി ബിൽഡ് ദ യൂണിവേഴ്സ് വിത്ത് ഗ്രേറ്റ് മൈറ്റ് വി ആർ സർട്ടൻലി എക്സ്പാൻഡിങ് ഇറ്റ്. ഇനി യൂണിവേഴ്സൽ എക്സ്പാൻഷനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് ബിഗ് ബാങ് വാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഖുർആനിലെ ബിഗ് ബാങ് പറഞ്ഞു എന്ന് പറയുന്ന ആളുകൾ കൂടെ തന്നെ പറയുന്ന ഒരായത്താണ്. എന്നാൽ ഖുർആനിൽ ബിഗ് ബാങ് പറഞ്ഞോ, യൂണിവേഴ്സൽ എക്സ്പാൻഷൻ പറഞ്ഞോ, പ്രപഞ്ചത്തിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞോ എന്നൊക്കെ അറിയാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ എല്ലാ ആയത്തുകളും എടുത്ത് പരിശോധിച്ചാൽ മതി. അത് കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച് പറഞ്ഞോ, യൂണിവേഴ്സൽ എക്സ്പാൻഷനെ കുറിച്ച് പറഞ്ഞോ എന്നൊക്കെ ഉള്ളത്. അത് അർത്ഥം ആ ഒരു രീതിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് തോന്നും യൂണിവേഴ്സ് എങ്ങനെ വികസിപ്പിക്കുന്നതിനെ കുറിച്ചല്ലേ ഇത് പറഞ്ഞത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നും. വസ്സമാ അബനൈനാഹാ ബിഐദിൻ വ ഇന്നാ ലമൂസിഊൻ, നാം ഈ ഒരു പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു നമ്മുടെ കഴിവ് കൊണ്ട്, അല്ലേ? പ്രപഞ്ചത്തിനല്ല, വസ്സമാ എന്ന് പറയുമ്പോൾ ആകാശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വലിയ പ്രപഞ്ചം എന്നുള്ള രീതിയിലല്ല. ഇനി അങ്ങനെ അർത്ഥം കൊടുക്കുകയാണെങ്കിൽ പോലും നാം അതിനെ സൃഷ്ടിച്ചു ബിഐദിൻ, അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹിൻ്റെ കഴിവ് കൊണ്ടാണ്. വ ഇന്നാ ലമൂസിഊൻ, തീർച്ചയായിട്ടും നാം അതിന് കഴിവുള്ളവനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്, ലമൂസിഊൻ. അപ്പോൾ അവിടെ വികസിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള അതിൽ നിന്ന് രൂപം കൊണ്ട മൂസിയ അല്ലേ ഈ പറഞ്ഞത് എന്നൊരു ചോദ്യം വരും. എന്നാൽ ആ രീതിയിൽ അതിന് മനസ്സിലാക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഇന്ന് യൂണിവേഴ്സൽ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിലേക്ക് ഈ ഒരു വാക്കിനെ ചേർത്ത് കെട്ടുക ചെയ്യുന്നത്. എന്നാൽ വളരെ വ്യക്തമായിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖുർആനിനെ അന്നത്തെ കാലത്ത് നിന്ന് മനസ്സിലാക്കി പോകുന്ന ആളുകൾ അവിടെ അർത്ഥം വെച്ചത് വ ഇന്നാ ലഖാദിറൂൻ എന്നാണ്. തീർച്ചയായിട്ടും നാം അതിന് കഴിവുള്ളവനാണ്. ഇത് ഞാൻ എൻ്റെ വക പറയണതല്ല, തഫ്സീറുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പഴയ തഫ്സീറുകളിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് വ ഇന്നാ ലമൂസിഊൻ, നിശ്ചയമായും നാം ഇതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് എന്നൊരർത്ഥത്തിലല്ല അവരതിനെ പറഞ്ഞത്. വ ഇന്നാ ലഖാദിറൂൻ, നിശ്ചയമായും നാം അതിന്, അതായത് പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ആകാശത്തിനൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. വ ഇന്നാ ലഖാദിർ. പിന്നെ ഈ യൂണിവേഴ്സൽ എക്സ്പാൻഷനെ കണ്ടെത്തിയപ്പോഴാണ് ഈ ഒരു വാക്കിന് ഇങ്ങനെയും പറയാമല്ലോ എന്ന രീതിയിലേക്ക് പറഞ്ഞിട്ട് അതിനങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതല്ല, ഈ പറയുന്ന പ്രപഞ്ചം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന രീതിയിലാണ് ഇതിനെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ അത് മുഹമ്മദ് നബി അന്ന് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് വന്ന ആളുകൾക്ക് അത് കിട്ടുകയൊക്കെ ചെയ്യണ്ടേ. എന്നാൽ അങ്ങനെ കിട്ടിയതായിട്ട് ഒരറിവില്ല. ഇത് ഈ കാലത്തിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിച്ച് മാറ്റുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. 1955 മില്ലർ യൂറ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്താണ് ലൈഫ് ഫണ്ടമെന്റൽ റിലൈസ് ഓൺ വാട്ടർ. എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. വി ക്രിയേറ്റഡ് ഫ്രം വാട്ടർ എവരി ലിവിംഗ് തിങ്. അടുത്തത് വജഅൽനാ മിനൽ മായി കുല്ല ഷൈഇൻ ഹയ്യ്, നാം എല്ലാ ജീവനുള്ളതിനെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു, അല്ലെ? ആൻഡ് വി ക്രിയേറ്റഡ് ഫ്രം വാട്ടർ എവരി ലിവിംഗ് തിങ്, വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവനുള്ളതിനെയും നാം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു ആയത്ത്. അപ്പോൾ ജീവന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്ന് പറയുന്ന മോഡേൺ സയൻസിന്റെ കണ്ടെത്തലുമായി ഇത് യോജിക്കുന്നു എന്നാ പറയുന്നത്. യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. വെള്ളത്തിൽ നിന്നാണ് ജീവന്റെ ആദ്യ രൂപം ഉണ്ടായിരുന്നത്. എന്നാൽ അതാണോ ഖുർആൻ പറഞ്ഞത്? വെള്ളത്തിൽ നിന്നും നാം ജീവനെ സൃഷ്ടിച്ചു, അല്ലെ? എല്ലാ ജീവനുള്ളതിനെയും നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ ഒന്നാമതായിട്ട്
ഇത് ആദ്യം പറഞ്ഞോ ഇല്ലേ എന്നുള്ളൊരു സംഗതി പറയാം. ടെയിൽസ് അതുപോലെ തന്നെ എംബോഡിക്കിൾസ് എന്ന് പറയുന്ന രണ്ട് ചിന്തകർ വെള്ളത്തിൽ നിന്നാണ് ജീവന്റെ ആദ്യ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മുഹമ്മദ് നബിക്കൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, BC-യിലാണ്, ബിഫോർ കോമൺ എറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നിന്നും ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ത്, വെള്ളത്തിൽ നിന്നാണ് ജീവന്റെ ആദ്യ രൂപം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ആയത്തിൽ പറഞ്ഞ കാര്യം, ഈ ഒരു വചനത്തിൽ, ഖുർആൻ വചനത്തിൽ പറഞ്ഞ കാര്യം, വെള്ളത്തിൽ നിന്നും ജീവനുള്ളതിനെയൊക്കെ നാം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി, വജഅൽനാ മിനൽ മായി കുല്ല ശൈഇൻ ഹയ്യ് എന്ന് പറയുന്ന ഭാഗത്തിനെ കുറിച്ച്, അത് ഭൂമിയിൽ സാധാരണയായി കാണുന്ന മഴ കാരണം, ഒരു ഭൂമിയിലേക്ക് മഴ പതിക്കുന്നു, അതിൽ നിന്ന് ഇങ്ങനെ മുളകൾ ഓരോന്ന് മുളച്ചു പൊന്തുന്നു, അതുപോലെ ഓരോ സംഗതികളും ഇവിടെ പുതിയതായിട്ട് ഉണ്ടാവാനുള്ള കാരണം വെള്ളമാണ് എന്ന രീതിയിൽ, അത് അന്നത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളം കാരണം ജീവികൾ ജീവിക്കുന്നു, പിന്നെ അതുപോലെ സസ്യങ്ങൾ വെള്ളം കാരണമായിട്ട് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്ന ആ ജനങ്ങളുടെ ഒരു കണ്ടെത്തൽ, തിരിച്ചറിവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഗതിയെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്നൊക്കെ പഴയകാല ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതല്ലാതെ ജീവന്റെ ആദ്യത്തെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്നൊരു മനസ്സിലാക്കൽ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് പിന്നെ ഈ ഒരു ആയത്ത്, ഈ ഒരു വചനം ആധുനികമായ വ്യാഖ്യാനങ്ങളുമായി ഒത്തുപോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ഒരു കൂട്ടിച്ചേർക്കലല്ലേ, ആ ഒരു രീതിയിൽ ഇത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു കാലത്ത് ഇത് പറഞ്ഞു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിനോട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വെയിനാണ് ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞത്. ഖുറാനിലെ ഈ വെയിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഖുറാൻ 50:16 ആൻഡ് വി ആർ ക്ലോസർ ടു ഹിം ദാൻ ഹിസ് ജുഗുലാർ വെയിൻ. 400 വർഷം മുമ്പ് ഈ വെയിനെ പറ്റി ഇങ്ങനെ ഒരു മനുഷ്യന് മനസ്സിലാവുക. അടുത്തത് പറയുന്നത് ജുഗുലാർ വെയിനെ കുറിച്ചാണ്. ഈ ജുഗുലാർ വെയിനെ ആദ്യം ഖുർആൻ മെൻഷൻ ചെയ്തു എന്ന രീതിയിൽ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഏൻഷ്യൻ ഗ്രീക്സിന്റെ ടൈമിൽ, പുരാതന ഗ്രീക്കുകാരുടെ സമയത്ത് തന്നെ ഈ പറയുന്ന ഞരമ്പിനെ കുറിച്ച്, കണ്ടനാടി എന്ന് പറയുന്ന ആ ഒരു ഞരമ്പിനെ കുറിച്ച് പരാമർശങ്ങൾ ഉണ്ട്. ശരീരശാസ്ത്രപരമായിട്ടൊക്കെ ഉള്ള അറിവുകൾ മനുഷ്യന് അന്നേ ഉള്ളതാണ്. പലതരത്തിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന മനുഷ്യരാണ് പഴയ മനുഷ്യർ. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ഒരുപാട് കാലഘട്ടങ്ങളിൽ പലതരം സംസ്കാരങ്ങൾ, പലതരം ചികിത്സകൾ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൽ പുരാതന ഗ്രീക്കുകാരൊക്കെ ഈ പറയുന്ന ഞരമ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ ജുഗുലാർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളൂ. അവർ സാക്രിഫിഷ്യൽ വെയിൻ എന്നൊരു പേരിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നും ഉള്ള വ്യത്യാസമുള്ളൂ. ഈ ജുഗുലാർ വെയിൻ എന്നുള്ളത് തന്നെ ആധുനിക ടേം അല്ലേ. അത് തന്നെ ഈ ഒരു പദത്തിന്, ഈ ഒരു അറബി പദത്തിന് ഹബിലിം വരീദ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് കൊടുത്ത ഒരു ട്രാൻസ്ലേഷനാണ്. ഈ ഹബിലിം വരീദ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണോ അതിനെക്കുറിച്ച് മുമ്പേ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും ആദ്യമായി ഖുർആൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു മണ്ടത്തരാണ്, വിഡ്ഢിത്താണ്. അതായത് 19th സെഞ്ചുറിയിൽ കണ്ടെത്തിയതാണ്. സൂര്യനെ പോലെയുള്ള ഒരു സ്റ്റാർ എക്സ്പ്ലോർഡ് ആയി കഴിഞ്ഞാൽ ഒരു നെബുല ഫോം ചെയ്യും, അതായത് ഒരു ഗ്ലോയിങ് ക്ലൗഡ് ഫോം ചെയ്യും. ഇതിൽ നൈട്രജന്റെയും ഗ്യാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കോമൺലി അത് റെഡ് ജയന്റ് കളറാണ് ഉണ്ടാവുക. അവസാനത്തെ നാളിൽ സൂര്യനും ചാസും എല്ലാം പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു റെഡ് റോസ് കളേർഡ് ഓയിൽ പോലെയാവുന്ന ഖുർആനിൽ പറയുന്നത്. ഇനി അടുത്തത് ഒരു മണ്ടത്തരാണ് ആള് പറയുന്നത്. ദൈവത്തിനെ തെളിയിക്കാനാണ് ഈ മണ്ടത്തരൊക്കെ പറയണെന്നുള്ളത്. അപ്പോൾ ഇവൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ മണ്ടത്തരം വിഡിത്താണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നല്ലേ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഈ പറഞ്ഞ മണ്ടത്തരം എന്താണ്, ഇവനെടുത്ത് കാണിക്കുന്ന ആയത്തില് ഈ നക്ഷത്രത്തിന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചൊക്കെ പറയാണ്, അതിങ്ങനെ റെഡ് ജയന്റായി മാറുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതെന്നാ. സത്യത്തിൽ ആ ആയത്തിൽ എന്താ പറയണത്? ആയത്ത് നോക്കാം. ആകാശം പൊട്ടിപ്പിളർന്നാൽ ആ ആകാശം ഒരു എണ്ണച്ചുവപ്പ് ആയി വരികയും ചെയ്തെന്നതാണ്. എന്നാൽ ആകാശം പൊട്ടിപ്പിളരുകയും അത് കുഴമ്പ് പോലുള്ളതും റോസ് നിറമുള്ളതുമായി തീരുകയും ചെയ്താൽ. ഇത് ആകാശത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ല നക്ഷത്രത്തിനെ കുറിച്ചല്ല. ആകാശം ചുവക്കുക എന്നുള്ളത് ഒരു വാണിംഗ് പോലെയൊക്കെ ആയിട്ട് ഈ മുഹമ്മദ് നബിക്ക് മുമ്പേയുള്ള ട്രഡീഷൻസിൽ പറയപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ്. ബൈബിള് മത്തായിന്റെ സുവിശേഷത്തിലൊക്കെ ഈ ഒരു സംഗതി പറയുന്നുണ്ട്, ആകാശം ചുവക്കുക എന്നുള്ളൊരു സംഗതി. ആ ഒരു സംഭവം ഇവിടെയും പറയുന്നു. ലോകാവസാന സമയത്ത് ആകാശം പൊട്ടിപ്പിളരും, അത് ഇങ്ങനെ റോസ് നിറമായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അതിനെ വെച്ചിട്ടാണ് ഈ നക്ഷത്രത്തിന്റെ പരിവർത്തനമാണ് എന്നൊക്കെ നോണ അടിച്ചു വിടുന്നത്. ഇനി അടുത്തത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നു, സൂര്യൻ ലൈറ്റിന്റെ സോഴ്സ് ആണ്, മൂൺ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. മെൻഷൻ ചെയ്തു. He who made the sun a shining light and the moon a derived light. പിന്നെ പറയുന്ന ഒരു ആയത്ത്, സൂര്യൻ സ്വയമായിട്ടുള്ള വെളിച്ചാണ് എന്നുള്ളതും ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചാണ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്നും ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആധുനിക ശാസ്ത്രവാദങ്ങൾ പെട്ട, ആധുനിക ഖുർആൻ ശാസ്ത്രവാദങ്ങൾ പെട്ട ഒരു സാധനമാണ് പിന്നെ കൊണ്ടുവരുന്നത്. ആ ഒരു ആയത്ത് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു ആയത്തിലുള്ളത്, ആ ഒരു ഖുർആൻ വചനത്തിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഖുർആൻ 10:5 പറയുന്നു, ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമൂന അദദ സിനീന വൽ ഹിസാബ്. അവൻ
സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അവനാകുന്നു, ചന്ദ്രനെ അവരൊരു ശോഭയാക്കുകയും അതിന് ഘട്ടങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ആ ഒരു വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്ന നൂറ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എന്നാണ് ആധുനിക ഖുർആൻ ശാസ്ത്രവാദക്കാർ പറയുന്നത്. എന്നാൽ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അള്ളാഹുവിനെ നൂറായിട്ട് പറഞ്ഞിട്ടുള്ള വചനമുണ്ട്. അള്ളാഹു ഒരു നൂറാണ്. അപ്പൊ അള്ളാഹു എന്തിന്റെ വെളിച്ചത്തിനെയാണ് റിഫ്ലക്ട് ചെയ്യണമെന്ന് അവിടെ പറയേണ്ടി വരും. അത് മാത്രമല്ല, ഇവിടെ നൂറ് ലിയാ എന്നുള്ളത് നല്ല തിളക്കമുള്ള വെളിച്ചമാണ് പറയുന്നത്. നൂറ് എന്ന് പറയുന്നത് അത്ര തന്നെ വലിയ വെളിച്ചമില്ലാത്തതുകൊണ്ട് അത് സെപ്പറേറ്റ് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അവിടെ പ്രശ്നം വരും. അള്ളാഹു നൂറാണ് എന്ന് പറയുന്നിടത്ത് ഈ അർത്ഥത്തിനൊക്കെ പ്രശ്നം വരും. ഇവിടെ രണ്ടും വെളിച്ചാണെന്നുള്ള രീതിയിൽ തന്നെ സൂര്യന്റെ വെളിച്ചത്തിനൊന്ന് സെപ്പറേറ്റ് ആയിട്ടും ചന്ദ്രന്റെ വെളിച്ചത്തിനൊന്ന് സെപ്പറേറ്റ് ആയിട്ടും പറഞ്ഞു. കാരണം രണ്ട് വെളിച്ചത്തിന് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതല്ലാതെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു നരേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടൂല. ഇനി റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എന്നൊരു നരേഷൻ ഒപ്പിക്കുമ്പോൾ തന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് ചന്ദ്രന്റേത് എന്ന് മുഹമ്മദ് നബിക്ക് മുമ്പേ അതും പറയപ്പെട്ടിട്ടുണ്ട്. അനക്സകോറസ്, ആര്യഭടൻ എന്നൊക്കെ വ്യത്യസ്ത കാലങ്ങളിലായിട്ട് മുഹമ്മദ് നബിക്ക് മുമ്പേ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവരൊക്കെ ചന്ദ്രന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പ്രതിഫലിച്ചുണ്ടാകുന്നതാണ്, അത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ആദ്യം പറഞ്ഞത് ഖുർആൻ അല്ല എന്നുള്ളതാണ്. ആദ്യമായി ഇത് പറയുന്നത്, ഈ ഒരു ഫസ്റ്റ് മെൻഷൻ ആദ്യമായിട്ട് പരാമർശിക്കുന്നത് ഖുർആൻ ആവുകയും പിന്നീട് അത് ഖുർആൻ പറഞ്ഞത് തന്നെ ആയിരുന്നു ശരിയെന്ന് കണ്ടെത്തപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഒക്കെ ആയിരുന്നു. ഇവൻ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് പറയായിരുന്നു. അത് ദൈവികമായ ഗ്രന്ഥം തന്നെയാണ്. എന്നാൽ ഇതൊക്കെയും ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയുമായിരുന്നു എന്ന്, ആ കാലഘട്ടത്തിന് മുമ്പേ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ. അതല്ലാതെ പുതിയതായി പറയപ്പെട്ടൊരു സംഗതിയല്ല. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും പര്യാപ്തമായിരുന്നില്ല ഒരു ദൈവത്തിനെ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഖുർആൻ തന്നെ ദൈവികമാണെന്നതിനെ പ്രൂവ് ചെയ്യാനോ ഒന്നും പര്യാപ്തമായ കാര്യങ്ങളെ ആയിരുന്നില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നമ്മളിവിടെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അത്രയും എത്രത്തോളം ദുർബലമാണ് എന്നും ഇത് ദൈവികമാണ് എന്ന് പറയപ്പെടേണ്ടതുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവികമാണ് എന്നതിന്റെ തെളിവായിട്ട് ഇത് പറയുന്നതിൽ കഴമ്പുണ്ടാകണമായിരുന്നെങ്കിൽ ആദ്യം പറയുന്നത് ഖുർആൻ ആകണമായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഒരു ഡിവൈൻ സോഴ്സിൽ നിന്നാണ് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ കഴിയണമായിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നും സാധിച്ചിട്ടില്ല എന്നിരിക്കെ ദൈവികമായ ഒരു ഗ്രന്ഥമാണ്, ദൈവത്തിന്റെ തെളിവാണ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു വീഡിയോ റിയാക്ഷനിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം.